ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയും അവരുടെ തൃണമൂൽ കോൺഗ്രസും കടന്നുപോകുന്നത്. 30 വർഷത്തിലധികം ഭരണത്തിലിരുന്ന ഇടതിനെ തകർത്താണ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് എതിരാളികളില്ലാത്ത പാർട്ടിയായി മാറിയത്. അന്ന്, അതായത് 2011 നടന്ന തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട CPIM അഭിമുഖീകരിച്ച രാഷ്ട്രീയ പ്രതിസന്ധികളെ ഓർമ്മിപ്പിക്കുന്ന ഘട്ടങ്ങളിലൂടെയാണ് ഇന്ന് ബംഗാളിൽ മമതയും തൃണമൂൽ കോൺഗ്രസും കടന്നുപോകുന്നത്. അന്ന് CPIMന് ഭീഷണിയായത് എതിരാളിയായ തൃണമൂൽ മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് മമതയ്ക്ക് നേരിടേണ്ടി വരുന്നത് മുഖ്യ എതിരാളിയായ BJPയെ മാത്രമല്ല, അതിലുപരിയായി അവരെ പ്രതിരോധത്തിലാക്കുന്നത് സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള വെല്ലുവിളികൾ തന്നെയാണ്. 1998 കോൺഗ്രസ് വിട്ട് തൃണമൂൽ കോൺഗ്രസ് സ്ഥാപിച്ച മമതയ്ക്ക് കഴിഞ്ഞ 15 വർഷത്തെ തുടർഭരണം നഷ്ടപ്പെട്ടതിനേക്കാൾ വലിയ തിരിച്ചടിയാണ് ഇപ്പോഴുള്ളത്. മമത ആരംഭിച്ച തൃണമൂലിൽ മമതയ്ക്കിടമില്ലാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. 2011 മുതലുള്ള മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു. മത്സരിച്ച സീറ്റിൽ ദയനീയമായി പരാജയപ്പെട്ടു. പാർട്ടി എംപിമാർ തെരുവിൽ കയ്യേറ്റം ചെയ്യപ്പെട്ടു. ഏറ്റവും ഒടുവിൽ ആകെ ജയിച്ച 80 പേരിൽ 60 പേരും എതിരാവുകയും ചെയ്തു. മമതയുടെ രാഷ്ട്രീയ അസ്തിത്വം തന്നെ ചോദ്യചിഹ്നമാകുന്ന നിലയിലുള്ള വിമത നീക്കമാണ് TMCയിൽ ഉണ്ടായിരിക്കുന്നത്. അതിന് ചുക്കാൻ പിടിക്കുന്നതാകട്ടെ മമതയും TMCയും തകർത്ത CPIMൽ നിന്നും പാർട്ടിയിലേക്ക് എത്തിയ ഋതബ്രത ബാനർജിയും. തൃണമൂൽ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവായി നിശ്ചയിച്ച ശോഭൻ ദേബിനെ തള്ളി ഋതബ്രത ബാനർജി കളം പിടിച്ചതോടെയാണ് തൃണമൂലും മമതയും വിട്ടുപോയത്. കൂറുമാറ്റ നിരോധനം മറികടക്കാൻ ആവശ്യമായ MLA-മാരുടെ പിന്തുണയോടെയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഋതബ്രത ബാനർജി എത്തിയത്. തൃണമൂലിൽ നിന്നും വിമത ശബ്ദം എന്നതിനപ്പുറത്തേക്ക് ഞങ്ങളാണ് യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ് എന്ന് അവകാശപ്പെടാനുള്ള നിലയിലേക്ക് വളർന്ന ഋതബ്രത ശരിക്കും ആരാണ്? 1990കളിൽ SFIയിലൂടെയായിരുന്നു ഋതബ്രതയുടെ രാഷ്ട്രീയ പ്രവേശനം. 2008 SFI ദേശീയ ജനറൽ സെക്രട്ടറി. 2011 മമതാ ബാനർജി മുഖ്യമന്ത്രി ആയപ്പോൾ ഒഴിവു വന്ന ലോക്സഭാ സീറ്റിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ CPIM സ്ഥാനാർത്ഥി. 2014 CPIMന്റെ രാജ്യസഭാ അംഗം. അങ്ങനെ പ്രാവീണ്യവും സംഘടനാ ശേഷിയും കൊണ്ട് സംസ്ഥാനത്ത് CPIMന്റെ ഭാവി മുഖം എന്ന ചിത്രമായിരുന്നു ഋതബ്രതയ്ക്കുണ്ടായിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ ആഡംബര ജീവിതം പാർട്ടി അണികൾ ചോദ്യം ചെയ്തതോടെയാണ് ഋതബ്രത പാർട്ടിയുമായി അകന്നത്. പാർട്ടി വിരുദ്ധ പ്രവർത്തനം ആരോപിച്ച് ഋതബ്രത ബാനർജി പുറത്താക്കപ്പെടുന്നത് ഇതാദ്യമായല്ല. CPIMന്റെ അന്വേഷണ കമ്മീഷനെതിരെയും ദേശീയ നേതാക്കൾക്കെതിരെയും പരസ്യമായി രംഗത്തെത്തിയതോടെയാണ് 2017 CPIM പോളിറ്റ് ബ്യൂറോ ഋതബ്രത ബാനർജിയെ പാർട്ടി അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയത്. പിന്നാലെ 2018 തൃണമൂലിലെത്തിയ അദ്ദേഹം തുടക്കത്തിൽ തൃണമൂലിന്റെ ആദിവാസി സംഘടനയുടെ നേതാവായിരുന്നു പരിഗണിക്കപ്പെട്ടിരുന്നത്. TMCയുടെ ആദിവാസി ക്ഷേമ സമിതിയുടെ കൺവീനറായിരുന്നു ഋതബ്രതയെ ആദ്യം നിയോഗിച്ചത്. പിന്നാലെ ട്രേഡ് യൂണിയൻ രംഗത്തേക്കും TMC ഋതബ്രത ബാനർജിയെ പരിഗണിച്ചു. തൃണമൂലിന്റെ തൊഴിലാളി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായി അദ്ദേഹം നിയോഗിക്കപ്പെട്ടു. തുടർന്ന് 2024 മുതൽ 2026 വരെ തൃണമൂൽ കോൺഗ്രസിന്റെ രാജ്യസഭാ അംഗം കൂടിയായിരുന്നു അദ്ദേഹം. BJP തരംഗം ആഞ്ഞടിച്ച ഈ തെരഞ്ഞെടുപ്പിൽ പോലും TMC ടിക്കറ്റിൽ ഋതബ്രത വിജയിച്ചു. ബംഗാളിലെ ഉലുബേരിയ പുർബ മണ്ഡലത്തിൽ നിന്നാണ് BJP സ്ഥാനാർത്ഥിയെ 11,838 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി അദ്ദേഹം തൃണമൂൽ MLA ആയത്. കനത്ത തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ അഭിഷേക് ബാനർജി വിരുദ്ധ വിഭാഗത്തിനെ നയിച്ചാണ് ഋതബ്രത വിമത നീക്കത്തിന് നേതൃത്വം നൽകിയത്. അഭിഷേക് ബാനർജിയെ നേതാവായി അംഗീകരിക്കില്ലെന്നായിരുന്നു വിമതരുടെ നിലപാട്. എന്നാൽ തൃണമൂലിലെ കലഹങ്ങൾക്ക് കാരണം ഇത് മാത്രമല്ല. ശോഭൻ ദേബിനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ശുപാർശ ചെയ്തുള്ള കത്ത് സ്പീക്കർക്ക് നൽകിയതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. കത്തിൽ MLA-മാർ രേഖപ്പെടുത്തിയെന്ന് പറയുന്ന ഒപ്പുകൾ വ്യാജമാണെന്ന ആരോപണം ഉയർന്നതോടെ സ്പീക്കർ ശുപാർശ സ്വീകരിക്കാൻ തയ്യാറായില്ല. ഇതിനിടെ വിഷയത്തിൽ ഋതബ്രതയും മറ്റൊരു MLA ആയ സന്ദീപൻ സാഹയും സ്പീക്കർക്ക് കത്ത് നൽകി. ഇതോടെയാണ് പാർട്ടി അച്ചടക്ക ലംഘനം ആരോപിച്ച് തൃണമൂൽ കോൺഗ്രസ് ഇരുവരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. പിന്നാലെയാണ് ഋതബ്രത ബാനർജിയെ പിന്തുണച്ച് മറ്റ് MLA-മാർ കത്ത് സ്പീക്കർക്ക് സമർപ്പിക്കുന്നതും അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവായി അംഗീകരിക്കുന്നതും. വ്യാജ ഒപ്പുകേസ് നിലവിൽ സംസ്ഥാന ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അന്വേഷിച്ചു വരികയാണ്. കൂറുമാറ്റ നിയമം പോലും നിലനിൽക്കാത്ത തരത്തിലാണ് TMCയിലെ വിമത നീക്കം.
യഥാർത്ഥ DMC ഞങ്ങളാണെന്നും കൂടുതൽ MLA-മാരുടെ പിന്തുണയുണ്ടെന്നും കാട്ടി ഔദ്യോഗിക പാർട്ടി ചിഹ്നവും പേരും നേടിയെടുക്കുകയും ചെയ്യാം. ഋതബ്രതയുടെയും സംഘത്തിന്റെയും അടുത്ത നീക്കം എന്താകുമെന്ന് തന്നെയാണ് സംസ്ഥാന രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. ബംഗാളിൽ ഇപ്പോൾ സംഭവിക്കുന്നത് മമതയുടെ രാഷ്ട്രീയ പതനമാണോ അതോ തൃണമൂലിന്റെ അന്ത്യമാണോ എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത്.